Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Class കഴിഞ്ഞോ? ഒരു ഷാപ്പില ഉറക്കം വരുന്നു, ഉറക്കം. ഉറക്കം വരുന്നു. ഇനി എന്താണ്? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫുഡ് കഴിച്ചോ? കരണ്ട് പോയോ? കരണ്ടില്ല? ഇല്ല മാം, ഉണ്ട്. എന്താണ് വിഷ് ചെയ്തൂടെ? ഞാൻ വന്നിട്ട് വിഷ് ചെയ്തൂടെ? മാം ശ്രദ്ധിച്ചില്ല, ഞാൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല. ജിത്തുവിന് ഉറക്കം വരുന്നു പറഞ്ഞു. എന്തെയാണോ ജിത്തു ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോളൂ. നാളത്തെ ക്ലാസ് കണ്ടാ മതി. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമ്പോ റിപ്ലൈ പറഞ്ഞോട്ടെ എനിക്ക്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പൊക്കെ പൊക്കോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. ഞാൻ വന്നു കഴിഞ്ഞാല് കുറെ പേരൊക്കെ ലെഫ്റ്റ് ആയിട്ട് പറയൂ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാണോ പറയുന്നത് പോലും ഒരു സുഖമില്ലാതാണല്ലോ. എന്താണ് നിങ്ങൾ? ഞാൻ വരുമ്പോ ആക്റ്റീവായിട്ട് ഇരിക്കുവോ? ഇത് ഞാൻ നിങ്ങളെ പോലെ ഉറക്കം തോന്നുകൊണ്ടിരുന്നത്. എന്താണെന്നും മിണ്ടാത്തേ? എന്താണ്? നല്ലതാണ് മാം. എന്ത് എന്തോ? ചെറിയൊരു പനി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പനിയോ? പനിയാണോ? ആ മാം, പനിയും കോൾഡൊക്കെ ഉണ്ട്. ഡോക്ടറെ കണ്ടോ? കണ്ടില്ല, 2 ദിവസമായുള്ളൂ. ഇന്നലെ തുടങ്ങിയുള്ളൂ നോക്കിയിട്ട്. ഡോക്ടറാണ്. ഓക്കെ, സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഞാൻ പ്രസന്റ് ടൈംസില് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു നിങ്ങളോട്. ഡു വെച്ചിട്ട് ടെസ്റ്റ് വെച്ചിട്ടൊക്കെ ചോദിച്ചു. കുറച്ച് ഡൂം ടെസ്റ്റും കുറച്ച് നോക്കിയിട്ടുള്ളൂ. ഡൂം ടെസ്റ്റ് ഞാൻ പറഞ്ഞു തന്നില്ലേ? അത് മതി. WHO വെച്ചിട്ട് പറഞ്ഞില്ലേ? പറഞ്ഞോ? ഇല്ല, പറയാന്നില്ല പറഞ്ഞ. ഞാൻ പറയാം. WHO വെച്ചിട്ട് നമുക്ക് നോക്കാം. WHO വെച്ചിട്ടും ഡു ഡസ്റ്റ് വെച്ചിട്ടൊക്കെ ഞങ്ങൾ നോക്കാം. ഓക്കെ, ക്ലിയർ ആക്കാം. ഇപ്പൊ നമുക്ക് പാസ്റ്റ് എടുക്കാം. പാസ്റ്റ്, പ്രസന്റ് ഒരുവിധം കംപ്ലീറ്റ് അല്ലേ? പാസ്റ്റ് എടുത്താണല്ലോ. മിസ് പാസ്റ്റ് സ്ട്രക്ചർ പറഞ്ഞല്ലോ. പറഞ്ഞോ? സ്ട്രക്ചർ പറഞ്ഞു, നമ്മള് കുറച്ച് ഡിസ്കസ് ചെയ്തു. ഞാൻ മിസ് കട്ടായി പോകുന്നുണ്ട് സൗണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്ന പോലെ ഉണ്ട്. ഉണ്ട് മാം, ചെറുതായിട്ടൊരു ബ്രേക്ക് ഉണ്ട്. ആണോ? ഇപ്പോഴും ഇല്ല, ഇപ്പോഴും ഓക്കെ ആയി. നമ്മള് പാസ്റ്റില് സ്ട്രക്ചേഴ്സ് എല്ലാം പറഞ്ഞു പോയി അല്ലെ? ഇനി സെന്റൻസ് പറഞ്ഞിട്ടാ മലയാളം. സെന്റൻസ് 1-2 സെന്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറച്ച് സെന്റൻസ് ഒക്കെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ വൊക്കാബുലറി നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നോ? യെസ് മാം. നോക്കിയോ? കുറച്ചൊക്കെ. എല്ലാരും നോക്കിയോ? കുറച്ച്. ക്ലാസ്
ക്ലാസ്സിൽ 28 പേര് നോക്കിയോ? കുറച്ചെങ്കിലും 28 പേര് കുറച്ച് നോക്കുമ്പോ കുറെ ആയിക്കോളും. നോക്കി ഇവര് പറയൂ. ലോത്ത്. ലോത്ത്. ജിതു ഫാനോ എന്തോ ഇല്ല, ഫാനോ സൗണ്ട് വരുന്നു. എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞോട്ടെ മാം. വണ്ടർഫുൾ, മാർവലസ്, പിന്നെ കണ്ടംപററി, മോഡേൺ, ടെമ്പർ, മൂഡ്, അനിമൊബൈൽ, മോഷൻലെസ്, മൊബൈൽ മൂവബിൾ, ദെൻ പാറ്റേൺ, സിമ്പിൾ, സാമ്പിൾ എന്ന് പറയുന്നത്, പിന്നെ ഡെവിൾ, സാത്താൻ അങ്ങനെ വരുന്നത്, പിന്നെ കണ്ടന്റഡ്, സാറ്റിസ്ഫൈഡ്, ദെൻ എന്താ മാം? നമ്മള് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണത് മതിയായിരുന്നു. ഓക്കെ. മീനിങ് കൂടെ പറഞ്ഞിട്ട് പോകൂ. അതിന്റെയൊക്കെ ഞാൻ മീനിങ്ങോടുകൂടിയേ പറഞ്ഞേ. മലയാളം പറയൂ. മാം ഇപ്പൊ കേക്കാവോ? ബ്രേക്ക് എന്തോ? ഇവിടെ ഒന്നും ഇല്ല സൗണ്ട്. പറയൂ. ഹെയ്റ്റ്, ലോത്ത്, വെറും LOATHE. ലോത്ത്. സ്പെല്ലിംഗ് പറയൂ. LOATHE. Here's a room. എന്താണ് മലയാളം മീനിങ്? എന്താണ് ഹിയർസ് എ റൂം? റൂമർ എന്ന് പറഞ്ഞാൽ റൂമറിന്റെ പ്രോപ്പർ മലയാളം ഈ ഇല്ലാത്ത പറയില്ല, അങ്ങനെ റൂമർ എന്ന് അറിയില്ലേ? ജിതു ഒന്ന് ടൈപ്പ് ചെയ്യാമോ? എന്തോ സൗണ്ട് ക്ലിയർ ആണോ? മെസ്സേജ് ചെയ്യാവോ? Hearsay, rumor. Hearsay എന്ന് പറയുമ്പോൾ rumor. റൂമർ എന്താ? റൂമറിന്റെ മലയാളം ആവശ്യമുണ്ടോ? വേണ്ടാലോ. ഒരു വേർഡ് ഹിയർസേ. ഹിയർസേ എന്ന് പറയുമ്പോ എന്താ? റൂമർ ആണ്. റൂമർ ആണോ? ഗ്രാസ്പിംഗ്. ഗ്രാസ്പിംഗ് നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? സോ എല്ലാവരും എഴുതിയെടുക്കാം. ഓക്കെ. ഹിയർസേ. ഹിയർസേയുടെ മലയാളം കേട്ടുകേൾവി എന്ന് പറയും. കേട്ടുകേൾവി. റൂമർ ആവണം. റൂമർ എന്ന് പറയുമ്പോ കിംവദന്തിയാണ്. കിംവദന്തി പക്കാ മലയാളമാണ്. മലയാളം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മലയാളം വേണോ? വേണ്ടയോ? വേണം. അപ്പോ ജിത്തുവിന്റെ ഹിയർസേ എന്ന് പറയുമ്പോ കേട്ടുകേൾവി. ഓക്കെ.
റൂമർ എന്ന് പറയുന്നത് കിംവദന്തി. എത്രയേ ഉള്ളൂ വേർഡ്സ് ജിതു? ഇനിയിപ്പോ എന്താ? ഗ്രാസ്പിംഗ്. ഗ്രാസ്പിംഗ് എന്താ? ഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നത്. ഗ്രഹിക്കുക. ഗ്രാസ്പിംഗ് എന്ന് പറയുമ്പോൾ ഗ്രഹിക്കുന്നു. ഗ്രാസ്പ് എന്ന് പറയുന്നത് ഗ്രഹിക്കുക. ഗ്രഹിക്കുക എന്നൊക്കെ പറയുന്ന മലയാളം എന്താ ഉദ്ദേശിച്ചത്? എന്തോ ഒന്നുകൂടി പറയോ? പറഞ്ഞ ഗ്രാസ്പിംഗ്. ഗ്രാസ്പ്. ഗ്രാസ്പ് എന്ന് പറയാം. ഗ്രാസ്പ് ഗ്രഹിക്കുക എന്നാണ്. ഗ്രഹിക്കുക. ഗ്രഹം എന്ന് പറയുന്നത് എന്തോ GRAS ആണ്. ജിതു അയച്ചിട്ടുണ്ട്. ജിതു അയച്ചതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഗ്രാസ്പ് ഗ്രഹിക്കുക. എനിക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഗ്രാസ്പ് എന്ന് പറയുമ്പോ ഗ്രഹിക്കുക. ഗ്രാസ്പിംഗ് എന്നാണ് പറഞ്ഞത് ജിതു. ഗ്രാസ്പിംഗ് എന്ന് പറയുമ്പോ ഗ്രഹിക്കുന്നു എന്ന് വരും. ഗ്രഹിക്കുന്നു. ഗ്രഹിക്കുകാലും മതി, കുഴപ്പമൊന്നുമില്ല. ആ വേർഡ് കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ ഗ്രാസ്പ് എന്ന് പറയുമ്പോൾ ഗ്രഹിക്കുക. ഗ്രീഡി. ഗ്രീഡി എന്ന് പറയുമ്പോ ജിതു മീനിങ് വ്യത്യാസം വരുന്നതല്ലോ. ഗ്രീഡി എന്താ? ആർത്തി. ആർത്തിയാണ്. എന്തോ? ആർത്തിയല്ലേ? ആ, ഗ്രീഡി എന്ന് പറയുമ്പോ അത്യാഗ്രഹീന. അത്യാഗ്രഹിയാണ്. ഗ്രീഡ് അത്യാഗ്രഹം. ഗ്രീഡ് എന്ന് പറയുന്ന വാക്ക് അത്യാഗ്രഹം. ഓക്കെ. അത്യാഗ്രഹം. ഗ്രീഡി എന്ന് പറയുന്ന അത്യാഗ്രഹിയാണ്. അത്യാഗ്രഹി. ഗ്രീഡ് അത്യാഗ്രഹം. ഗ്രീഡി എന്ന് പറയുന്ന അത്യാഗ്രഹി. ഇനി ഡള്ളാണോ അടുത്ത വേർഡ് ജിതു? ഡള്ളാണോ? അതെ മാം, അതെ. ഡൾ എന്ന് പറയുമ്പോ നമുക്ക് അറിയാലോ. ഡള്ളു എന്നൊക്കെ പറയും. എന്റെ സൗണ്ട് ഞാൻ തന്നെ കേൾക്കും. ഡൾ എന്ന് പറയുമ്പോ അതറിയാവൂലോ. കറക്റ്റ് മലയാളം വേണം. മുഷിഞ്ഞ എന്നൊക്കെ വരും. മുഷിഞ്ഞ എന്നൊക്കെ വരും അല്ലെ? ഡള്ളു എന്നൊക്കെ പറയാലോ അല്ലെ? അതാ ഡള്ള്. ഇനി എന്താ? ബ്രേവ്. ബോൾഡ്. ബ്രേവ്. ബ്ലണ്ട്. ബ്ലണ്ട്. മൂർച്ചയുള്ള. മൂർച്ച. BLUNT. ബ്ലണ്ട്. ബ്ലണ്ട് എന്ന് പറയുന്ന മൂർച്ചയുള്ള. ഓക്കെ. ലോത്ത് വെറുപ്പാണ്. ലോത്ത് വെറുപ്പ്. ലോത്ത് വെറുപ്പ് എന്ന് പറയാം. സിമ്പിൾ വേർഡ് നമ്മുടെ കയ്യിലുണ്ട്. ഹെയ്റ്റ്. ഹെയ്റ്റ്. ഐ ഹേറ്റ് യു എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ വെറുക്കുന്നു. ഹെയ്റ്റ് എന്ന് പറയുന്നത് വെറുപ്പ് തന്നെയാണ്. ഹെയ്റ്റ്. റെമിനിസെൻസ്. റെമിനിസെൻസ് മീനിങ് എന്താണ്? റെമിനിസെൻസ് ഓർമ്മപ്പെടുത്തൽ അല്ലെ? റെമിനിസെൻസ് എന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തൽ ഒരു സിമ്പിൾ വേർഡ് ഉണ്ട് ഇതിനൊക്കെ. സിമ്പിൾ വേർഡ് എന്താണെന്നറിയോ? ഒന്ന് ഓർമ്മപ്പെടുത്തണം കേട്ടോ. ഒന്നറിയും നമ്മള് റിമെമ്പർ. ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറ്റുമോ? Can you remind me?
റിമൈൻഡർ. റിമൈൻഡർ ആണ് ഓർമ്മപ്പെടുത്തൽ. സോ ഇത്രയും സിമ്പിൾ വാക്കുകൾ എടുത്തുകൊണ്ട് വരൂ. ഓക്കെ, റിമൈൻഡർ ഓർമ്മപ്പെടുത്തൽ. മെമ്മറി എന്ന് പറയുമ്പോൾ ഓർമ്മയാണ്. റിമെമ്പർ എന്ന് പറയുന്നത് ഓർക്കുക എന്നാണ്. മെമ്മറി ഓർമ്മ, ഓർമ്മയല്ലേ? മെമ്മറീസ് ഓർമ്മകൾ. റിമെമ്പർ ഓർക്കുക. അയ്യോ, റിമെമ്പർ മീ, നിങ്ങളെന്നെ ഓർക്കുന്നുണ്ടോ? ഹംബിൾ. ഹംബിൾ എന്താണ്? അവൻ ഹംബിൾ ആൻഡ് സിമ്പിൾ ആണ്. വിനയൻ. വിനയനും വിനയനും വന്നിട്ടുണ്ട്. ഹംബിൾ ആൻഡ് സിമ്പിൾ ആണ്. ഹംബിൾ എന്ന് പറയുന്ന വിനയൻ. കൺസിഡർ. ഫോർച്ചുനേറ്റ്. കൺസിഡർ എന്നൊക്കെ പറയില്ലേ? എങ്ങനെയാ? കൺസിഡർ എന്നൊന്ന് കൺസിഡർ ചെയ്യൂ, പരിഗണിക്കൂ അല്ലേ? യാ, പരിഗണന. കൺസിഡർ, പരിഗണന. ഓക്കെ, ഇനി പോരട്ടെ വാക്കുകൾ പോരട്ടെ. കൺസേൺ. യാ, പ്ലീസ് കൺസേൺ മീ. കൺസേൺ എന്താണ്? അപ്പോ സെന്റൻസ് കിട്ടി. എന്താണ് കൺസേൺ? എന്താണ് കൺസേൺ? ആശങ്ക. ആശങ്കക്ക് വേറൊരു വേർഡും കൂടെ ഉണ്ട്. നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഡോണ്ട് വറി. യാ, വറി. വറി എന്ന് പറയുന്നതും ആശങ്കയാണ്. നിങ്ങൾ ആശങ്കപ്പെടണ്ട എന്നാണ് നമ്മൾ പറയാറ്. ഡോണ്ട് വറി അല്ലേ? ഡോണ്ട് വറി എന്ന് എപ്പോഴും പറയാം, പക്ഷെ അതിന്റെ മീനിങ് അറിയില്ലായിരുന്നു. വറി എന്ന് പറയുന്നത് ആശങ്കയാണ്. ഓക്കെ, യാ. എത്ര വേർഡ് കിട്ടിയെന്ന് അറിയോ? ഒന്ന് എത്ര വേർഡ് പഠിച്ചു നോക്കിയേ. എഴുതുന്നുണ്ടോ എല്ലാവരും? എഴുതുന്നുണ്ടോ? ഈ പറയുന്നത് എഴുതുന്നുണ്ടോ? യാ, എഴുതുന്നുണ്ട്. ഓക്കെ, ക്ലാസ് കഴിയുമ്പോ എത്ര വേർഡ് പഠിച്ചു എന്ന് എന്നോട് പറയണം. ഓക്കെ, ഇനി ഇന്റലക്ച്വൽ. ഇന്റലക്ച്വൽ എന്താ? ഇന്റലക്ച്വൽ, അവന്റെ ഇന്റലക്ച്വൽ ആണ്, അവനൊരു ബുദ്ധിജീവിയാണ് എന്ന് പറയും. ഇന്റലക്ച്വൽ ഗായ്. ഇന്റലക്ച്വൽ മീൻസ് ബുദ്ധിജീവി. ബുദ്ധിജീവിയാണ് അല്ലെ? നെക്സ്റ്റ്, ഫ്യൂർ. ആൾറെഡി അറിയാം. ഫ്യൂർ എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫ്യൂർ. ഫ്യൂർ മീൻസ് പേടി. ഫ്യൂർ മീൻസ് പേടി. അയ്യോ, പേടിയാണ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് പോന്നോട്ടെ. അടുത്ത വേർഡ് കമ്മിറ്റ്. കമ്മിറ്റ് ചെയ്യും. ടെമ്പർ. കമ്മിറ്റ് ആണോ കമ്മിറ്റ്മെന്റ് ആണോ ഉദ്ദേശിച്ചത്? കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ എന്താ? ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോ ഒരു അടുപ്പം പോലെയല്ലേ? എന്തൊക്കെയല്ലേ ഒരു മീനിങ് വരാം. എനിക്ക് അവനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ? എനിക്കൊരു അതിന്റെ മലയാളമൊക്കെ പഠിക്കാന്ന് വെച്ചാൽ പണിയാണ്. അതിന്റെ അവനോട് കമ്മിറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന വാക്കുകളാണല്ലോ. അർത്ഥം അറിയാം, പക്ഷെ അതൊക്കെ പറയാൻ കിട്ടുന്നില്ല. അതാണ് കറക്റ്റ് അല്ലെ? കമ്മിറ്റഡ്. കമ്മിറ്റഡ് എന്താണ്? അതാണ് ഞാൻ ചോദിച്ചത്. കമ്മിറ്റ്മെന്റ് ആണോ ഉദ്ദേശിച്ചത്, കമ്മിറ്റഡ് ആണോ ഉദ്ദേശിച്ചത് ചോദിച്ചത്. കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ അറിയാലോ, അറിയാവുന്നല്ലേ? എന്റെ മലയാളം ഞാൻ കണ്ടുപിടിച്ചത് പറയാൻ കഴിയും. കമ്മിറ്റഡും കമ്മിറ്റ്മെന്റും ഏകദേശം സെയിം മീനിങ് ആണ്. ഒരു അടുപ്പം എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ്. കറക്റ്റ് എന്ന് പറയുമ്പോൾ പ്രതിബദ്ധത എന്നൊക്കെ പറയും. അതേ വേണം അറിയാതിരിക്കുന്ന മലയാളം. ഞാൻ മലയാളത്തിന്റെ അർത്ഥം ഇംഗ്ലീഷ് ഇറക്കേണ്ടി വരും. ഒരു മീനിങ്, ഒരടുപ്പം പോലെ എന്നൊക്കെ പറയുകയാണ്. നമുക്ക് പറയാം കമ്മിറ്റഡ് ആണ് എന്നൊക്കെ പറയുകയും. മനസ്സിലായോ? അവളും തമ്മിൽ കമ്മിറ്റഡ് ആണ്, ഒരു അടുപ്പത്തിലാണ്, അങ്ങനെ ഒരു മീനിങ് വരില്ലേ? അത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലായോ ആ വേർഡിന്റെ? അത്രയും ഉള്ളൂ. നെക്സ്റ്റ് വേർഡ്
food. അഫോർഡ് ഇല്ല. ഞാൻ ടെമ്പർ പറഞ്ഞില്ല. ടെമ്പർ ദേഷ്യം. ടെമ്പർ ദേഷ്യമാണ്. ടെമ്പർ ആണ് എന്ന് പറയാം. ഓക്കെ, ടെമ്പർ പറയാം. അഫോർഡ് എന്താണ്? അഫോർഡ് താങ്ങാൻ പറ്റുന്ന, അല്ലെ? താങ്ങാൻ കഴിയാവുന്ന, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അഫോർഡബിൾ ആണ്, നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണെന്ന് പറയുന്നത്. ഒരു അഫോർഡബിൾ പ്രൈസ് ആണ്, നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ താങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ അഫോർഡബിൾ, താങ്ങാൻ പറ്റുന്ന എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ടെമ്പർ അല്ലേ പറഞ്ഞത്? ടെമ്പർ എന്ന് പറയുമ്പോൾ ദേഷ്യമാണ്. ദേഷ്യത്തിന് വേറൊരു വേർഡ് ഉണ്ട്, എന്താണ്? ആങ്കർ അല്ലെ? ആങ്കർ എന്ന് പറയുന്നത് ദേഷ്യമാണ്. ആങ്കർ എന്ന് പറയുന്നത് ദേഷ്യമാണ്. ഇനി ഓഫുൾ. ഓഫുൾ എന്താണ്? ഓഫുൾ ഓഫുൾ എന്താണ്? ടെറിബിൾ എന്നൊക്കെ പറയാം. ടെറിബിൾ. ഓഫുളുടെ മീനിങ് ടെറിബിൾ ആണെന്ന് പറയാം. എന്താണ്? ഭയാനകം. ടെറിബിൾ മീനിങ് എന്താ? ഭയങ്കരം എന്നൊക്കെ പറയില്ലേ? അങ്ങനെ ഒരു മീനിങ് ആണ് ഓംഫുൾ വരാം. ടെറിബിൾ എന്നൊക്കെ പറയുന്നതിന്റെ മീനിങ് വരും. ഓക്കെ, അതാണ് ഓംഫുൾ. ടെറിബിൾ, ഭയങ്കരം എന്നൊക്കെ പറയും. ഓക്കെ, ആക്യുറേറ്റ്. ആക്യുറസി പറയില്ലേ? ആക്യുറസി. കൃത്യത, കൃത്യമായി എന്ന് പറയുന്നതാണ് ആക്യുറേറ്റ്. നെക്സ്റ്റ് വേർഡ് ത്രെറ്റൻഡ്. ത്രെറ്റൻഡ് എന്താണ്? ഭീഷണിപ്പെടുത്തുക. പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, ത്രെറ്റൻ ചെയ്യുക എന്നൊക്കെ പറയും. അങ്ങനെയാണ്. ഭീഷണിപ്പെടുത്തുക, പേടിപ്പിക്കുക. അവനെ ത്രെറ്റനിങ് ചെയ്തു, അവനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇൻസ്റ്റഡ്. ഇൻസിസ്റ്റഡ് എന്താ? ഇൻസ്റ്റഡ് എന്താ? ഇൻസ്റ്റഡ് പകരം. പകരമാണ്. ഇൻസ്റ്റഡ് അല്ലെ? പകരം. ഇൻസിസ്റ്റഡ് എന്ന് പറയുമ്പോ നിർബന്ധിക്കുക, ഒരു കാര്യം ചെയ്യാനായിട്ട് നിർബന്ധിക്കില്ലേ? സോ ഇൻസിസ്റ്റഡ് എന്ന് പറയാം. ഇൻസിസ്റ്റഡിന് പകരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നു പറയാം. ഫോഴ്സ്ഡ്, അവനെ ഫോഴ്സ് ചെയ്യുന്നു, നിർബന്ധിക്കുന്നു. ഫോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് സെയിം മീനിങ് ആണ്. ഇൻസിസ്റ്റന്റ് സെയിം മീനിങ് തന്നെയാണ് ഫോഴ്സ്ഡ് വരാം. ഫോഴ്സ് ചെയ്യുക, ഇൻസിസ്റ്റ് ചെയ്യുക, അത് നിർബന്ധിക്കുക എന്നൊക്കെ പറയാം. ഓക്കെ, രണ്ടും മീനിങ് സെയിം ആണ്. ഫോഴ്സും ഇൻസിസ്റ്റഡും മീനിങ് സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് pretend. Pretend എന്ന് പറയുമ്പോ എന്താ? pretend എന്ന് പറയുമ്പോ എന്തെന്നാണ് മീനിങ് പറയാ? ഒഴിവാക്കുക അല്ല, ഒന്ന് നടിക്കുക പറയും. നടിക്കുക, പക്ഷെ അതിന്റെ മലയാളം ഞാൻ ഇങ്ങനെ പറയും, നടിക്കുക. അങ്ങനെ മീനിങ്ങാ വരുന്നത് pretend എന്ന് പറയുന്നത്. ഓക്കെ, accomplished. accomplished എന്താ? accomplished നിറവേറ്റുക എന്ന് പറയും. അവന്റെ ആഗ്രഹം ഞാൻ അക്കംപ്ലിഷ് ചെയ്തു. അക്കംപ്ലിഷ്ഡ് വേറൊരു മീനിങ് ഉണ്ട്, ഫുൾഫിൽ എന്ന് പറയും. ഞാൻ അങ്ങനെ ഫുൾഫിൽ ചെയ്തു എന്ന് പറയും. ഫുൾഫിൽ ഹിസ് എന്താ ആംബിഷനോ എന്നൊക്കെ പറയാം. വിഷ് പറയാം. വിഷ് സഫലീകരിച്ചു. സഫലീകരിക്കുക. ഓക്കെ, then numerous.
ന്യൂമറസും. ഇതിനെന്ത് വീടാ? മസാക്രി. മസാക്രി എന്ന് പറയുമ്പോ കൂട്ടക്കൊല അല്ലെ? കൂട്ടാക്കൊലയല്ല, മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോ മിസ്റ്റേക്ക് എന്താ? ഓക്കെ. ഇനിയിപ്പോ എന്താ പറഞ്ഞേ? ന്യൂമറസ്. ന്യൂമറസ് എന്താണ്? എന്നാൽ ധാരാളം. നിരവധി, എണ്ണാൻ പറ്റാത്ത എന്നൊക്കെ പറയും. നിരവധി ന്യൂമറസ്. നിരവധിക്ക് പകരം ന്യൂമറസിന് പകരം വേറൊരു വേർഡ് എന്ന് പറയാം. നിരവധി എന്ന് പറയുമ്പോൾ മെനി എന്നും പറയാം. മെനി. ഓക്കെ. അഗ്രസീവ്. ഇമ്പൾസീവ്. ഇമ്പൾസീവ് എന്താ? ആവേശകരമായ, എക്സൈറ്റിംഗ് എന്ന് വരും. ഇമ്പൾസീവ് എന്ന് പറയുമ്പോൾ എക്സൈറ്റിംഗ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാൻ ഭയങ്കര ആവേശത്തോടിരിക്കുകയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെ പറയുന്നത്. അത് തന്നെയാണ് ഇമ്പൾസീവ് എന്ന് പറയുന്നത്. എക്സൈറ്റഡും ഇമ്പൾസീവും ഏകദേശം മീനിങ് ആണ്, ഒരേ സെയിം മീനിങ് ആണ്. ഓക്കെ. അഗ്രസീവ്. അഗ്രസീവ് എന്താണ്? അവൻ ഭയങ്കര അഗ്രസീവ് ആണ് അല്ലെ? ടൈഗർ ഈസ് ആൻ അഗ്രസീവ് ആനിമൽ എന്ന് പറയും. എന്താണ്? അക്രമാസക്തയായ ഒരു ജീവിയാണ് എന്താണ്? ടൈഗർ എന്ന് പറയും. അപ്പൊ എന്താണ്? അഗ്രസീവ് എന്ന് പറയുമ്പോൾ ആക്രമണ ഒരു മീനിങ് ആണ്. അക്രമാസക്ത എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു മീനിങ് ആണ് അഗ്രസീവ്. ഓക്കെ. ഇപ്പൊ എത്ര വേർഡായി? 20. ഇരുപത്തിരണ്ട് വേർഡോ? ഒരു ക്ലാസ്സിൽ 22 വേർഡ്സ് പഠിച്ചോ? 32ഓ? ഏതിലോ ഒന്നിലോ ഉറച്ചു. 30ഓ? എന്താണത്? ഏതെങ്കിലും നോക്കോ? 22 പറഞ്ഞു, 30 പറഞ്ഞു. എത്രയാണ്? കൺഫേം ചെയ്യൂ. ഇരുപത്താറ്. ചോളം നിലവില് 22, 32, 30, 26. 23. ഓരോരുത്തരും ഓരോന്നാണ് എഴുതിയത്. മനസ്സിലായി. കുറെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എന്തെന്നൊക്കെയാ വിട്ടുപോയത് നിങ്ങള്? വേർഡ്സ് 22, 23, 26, 30, 32. എന്താണ്? ചിലപ്പോ അറിയുന്ന വേർഡ് ചിലപ്പോ എഴുതിയിട്ടുണ്ടാവില്ല മാം, അതായിരിക്കും. ഓക്കെ. അപ്പൊ വേർഡ്സ് ഒക്കെ ഒന്ന് പറയൂ, നമുക്ക് പഠിക്കണ്ടേ? ഇന്നത്തെ ക്ലാസ്സിൽ ഫുള്ള് നമ്മൾ പഠിക്കും. പഠിക്ക. ഓക്കെ, തുടങ്ങിക്കോളൂ. വേർഡ്സ് പറയൂ. ഞാൻ ചോദിക്കട്ടെ? ഞാൻ ചോദിക്കുന്ന ആൾ. ഓക്കെ, ഞാൻ ചോദിക്കാം. നിങ്ങൾ ബുക്കൊക്കെ അടിച്ചു വെക്കൂ, ഇത് പഠിക്കാം. ടെമ്പർ. ടെമ്പർ പറയൂ. ടെമ്പർ. ദേഷ്യം, ചൂടായ. ദേഷ്യപ്പെട്ടല്ലേ? ടെമ്പർ പറയൂ, എല്ലാവരും പറയൂ. ടെമ്പർ ദേഷ്യം. ദേഷ്യം ദേഷ്യന്നാണ് എഴുതുന്നത്. ചൂട് ദേഷ്യം മീനിങ് അല്ലേ മാം? ചൂടാവുക, ദേഷ്യപ്പെടുക എന്നൊക്കെ പറയുമ്പോ സെയിം. നല്ല മലയാളം ഇംഗ്ലീഷ് വേണമെങ്കിൽ ആങ്കർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ടെമ്പർ എന്ന് പറയുന്നത് ആങ്കർ ആണ്, ദേഷ്യമാണ്. ഓക്കെ, ആ വേർഡ് പഠിച്ചു.
ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ ആണ്. ഇനിയിപ്പോ കമ്മിറ്റ്മെന്റ് പറയൂ. കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധത. മലയാളമൊക്കെ പഠിച്ചു. അടുപ്പെന്നൊക്കെ പറഞ്ഞാലും മതി, കാര്യങ്ങൾ മനസ്സിലാവണം. ലാസ്റ്റ് നമ്മളെ ഒരു സെന്റൻസ് പറയുമ്പോൾ പ്രതിബദ്ധത നമ്മൾ എവിടെ കേൾക്കും അല്ലെ, എവിടെയോ ഒന്ന് ഫിക്സ് ചെയ്യണ്ടേ നമുക്ക്, അല്ലെ? ക്ലിയർ ആണ്? കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു അടുപ്പം പോലെ അങ്ങനെ ഒരു മീനിങ്. ഒരു കരാർ എന്ന് പറയാൻ പറ്റുമോ? അതാ സെന്റൻസ് ബേസ് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ആ വേർഡിന് മീനിങ് വരാം. അങ്ങനെയും ഉണ്ട്. ഓക്കെ, നമ്മൾ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ ആ വേർഡ് അതിനോട് ചേർന്ന് പോകും. ഓക്കെ, ഞാനൊരു കരാറിൽ കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും എന്താണ്, സെയിം ആണ്. നമുക്ക് ആ സെന്റൻസ് പറയുന്നത് അതിന്റെ മീനിങ് ക്ലിയർ ആവുന്നില്ലേ, അല്ലെ? അത്രയേ ഉള്ളൂ. അങ്ങനെ വരും, മീനിങ് വ്യത്യാസം വരും. സെന്റൻസിന് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് മീനിങ് മാറും. ഇന്റലക്ച്വൽ എന്ന് പറയുന്നത് ബുദ്ധിജീവി. വേറെ ആരെന്തെങ്കിലും ഉണ്ടാത്തേ ബുദ്ധിജീവിയാണ്. നെക്സ്റ്റ് കൺസേൺ. ആശങ്ക. നമ്മള് കൺസേണിങ് എന്ന് പറയുമ്പോ ബന്ധപ്പെട്ടാന്നൊക്കെ പറയില്ലേ, അത് സംബന്ധിച്ച. അപ്പൊ കൺസേൺ എന്ന് പറയുമ്പോ ആശങ്ക, കൺസേണിങ് എന്നൊക്കെ പറയുമ്പോ സംബന്ധിച്ചാന്നൊക്കെ പറയില്ലേ, അപ്പൊ അത് രണ്ട് വേർഡാണോ? കൺസേണിങ് എന്ന് പറയുമ്പോ സെന്റൻസ് കറക്റ്റ് ആയിട്ട് പറയേണ്ടി വരും. കൺസേണിങ് എന്ന് പറയുമ്പോൾ കൺസേൺ എന്ന് പറയുന്ന മീനിങ് ആശങ്ക എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത് പരീക്ഷ? എന്താ രണ്ട് മീനിങ് ഉണ്ടോ കൺസേണിന്? കൺസേൺ ഇപ്പോ ഉള്ള മീനിങ് ആണ് ഞാൻ പറഞ്ഞേ. എന്താണ് ആശങ്ക എന്നൊരു. കൺസേൺ എന്ന് പറയുമ്പോ അതിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു മീനിങ് വരും. കൺസേൺ അതിനെ സംബന്ധിച്ചിട്ടുള്ള അത് വരും. അങ്ങനെ വരും. ഇപ്പോ കൺസേൺ മീ എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ചിട്ട് എന്ന് പറയില്ല നമ്മൾ. എന്നെ സംബന്ധിച്ച് എന്ന് പറയുമ്പോ കൺസേണിങ് മീ എന്ന് പറയും. അപ്പൊ കൺസേണിങ് മീ എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച്, മനസ്സിലായോ? അപ്പൊ കൺസേണിങ് എന്ന് പറയുമ്പോ സംബന്ധിച്ചുള്ള, എന്നെ സംബന്ധിച്ചുള്ള. എന്നെ എന്ന് പറയുമ്പോ കൺസേണിങ് മീ പറയണം. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ടുള്ള എന്ന് പറയും. കൺസേണിങ് എന്ന് പറയുമ്പോ സംബന്ധിച്ചിട്ടുള്ള. അങ്ങനെ മീനിങ് വരും. ദെൻ കൺസേൺ എന്ന് പറയുമ്പോൾ ആശങ്ക, വറി, ഇതൊക്കെയാണ് കൺസേൺ. നമുക്ക് വേണ്ടി പറയാം ഡോണ്ട് വറി എന്ന് പറയില്ലേ. ഡോണ്ട് വറിക്ക് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ട് എന്താണ് ഡോണ്ട് കൺസേൺ അബൌട്ട് മീ എന്ന് പറയും. എന്നെ കുറിച്ച് ആശങ്കപ്പെടേണ്ട, ഡോണ്ട് കൺസേൺ അബൌട്ട് മീ എന്ന് പറയും. നമ്മളെപ്പോഴും പറയാം ഡോണ്ട് വറി എന്നൊക്കെ പറയാവുള്ളൂ, അല്ലെ? വറിക്ക് പകരം ഇനി എപ്പോഴും കൺസേൺ ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ? യെസ് മാം. Then consider. പരിഗണന. പരിഗണിക്കുക. Consider. Humble. വിനയം. Reminder. ഓർമ്മപ്പെടുത്തൽ. Reminiscence. ഓർമ്മപ്പെടുത്തലാണ് റെമിനിസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചു അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സൗണ്ടാ കേൾക്കുന്നത്. ഓക്കെ മാം, അപ്പൊ റിമൈൻഡർ എന്തായാലും റിമൈൻഡറും റെമിനിസൻസും സെയിം ആണ്. സെയിം അല്ലേ? അപ്പോ ബ്ലാൻഡ് എന്താണ്? ബ്ലാൻഡ് മൂർച്ചയുള്ള. ഓക്കെ,
എല്ലാത്തിനും ബ്ലണ്ട് മൂർച്ചയുള്ളതെന്നാണോ? ബ്ലണ്ടഡ് മൂർച്ചയില്ല. പരക്കാന്നൊക്കെയുള്ള അങ്ങനെ ഒരു അർത്ഥം എന്താ പറയാ? ബ്ലെൻഡ് ആവുക. എന്തോ നമ്മളിപ്പോ ബ്ലെൻഡ് ആവുക എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ പരക്കുക എന്നൊക്കെ ഉള്ള അർത്ഥം വരൂലേ? ബ്ലെൻഡിന് മീനിങ് സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. BLEND ആണ് ബ്ലെൻഡ്. അത് ബ്ലെൻഡ് ചെയ്യൂ, അതൊന്ന് മിക്സ് ചെയ്യൂ എന്നാ ഉദ്ദേശിക്കുന്നത്. ബ്ലെൻഡ് ചെയ്യൂ. ഓക്കെ, ആ ബ്ലെൻഡിന്റെ സ്പെല്ലിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ട്. BLEND ബ്ലെൻഡ്. മിക്സ് ചെയ്യുക, യോജിപ്പിക്കുക എന്നൊരു മീനിങ് ആണ് ബ്ലെൻഡ്. ഓക്കെ, ലോധേ എന്ന് പറയുന്നത് ലോധേ ബ്ലണ്ടിന്റെ അർത്ഥം നല്ല. സോ ബ്ലണ്ടിന്റെ അർത്ഥം BLUNTയുടെ അർത്ഥം ഷാർപ്പ് എന്നല്ല മാം. എന്താ ഷാർപ്പ് ഇല്ലാത്ത ഭാഗത്തിനെയാണ് ബ്ലണ്ട് എന്ന് പറയാ. ബ്ലണ്ടഡ് നൈഫ് അല്ലെങ്കിൽ ബ്ലണ്ട് നൈഫ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് അല്ലാത്ത നൈഫ് എന്ന അർത്ഥം വരുന്നത്. നോട്ട് ഷാർപ്പ് എന്നാണ് അർത്ഥം വരിക. മൂർച്ച ആണല്ലോ, മൂർച്ചയുള്ള എന്നാണ് ബ്ലെൻഡ് മീനിങ് വരാം. അതെ, മൂർച്ചയുള്ള എന്നാണ് ഗൂഗിളിൽ മൂർച്ചയുള്ള കത്തി എന്നാ വരാം. പക്ഷെ ഞാനിപ്പം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഇതന്നെയാ വരണേ. ബ്ലെൻഡിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ നോക്കി. BLUNT. ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ മൂർച്ചയുള്ള എന്നാണ്. ഓക്കെ, എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കൂ. കൺഫ്യൂഷൻ തീർക്കാം. ബ്ലെൻഡ്, BLUNT ബ്ലെൻഡ്. മാം അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവോ? അഡ്ജക്റ്റീവ് എന്താണ് ഇവിടെ വരാൻ കാരണം? അത് ഗൂഗിളില് മൂർച്ചയില്ലാത്തന്ന് അഡ്ജക്റ്റീവ് ഉണ്ട് ബ്ലെൻഡിന്റെ. മൂർച്ചയില്ലാതെ മനസ്സിലായില്ല. മൂർച്ചയുള്ള വാക്കാണ് ബ്ലെൻഡ്. അപ്പോ അതിൽ അഡ്ജക്റ്റീവ് കൊടുത്തിട്ട് മൂർച്ചയില്ലാത്ത അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അഡ്ജക്റ്റീവ് എന്താന്ന് എന്നിട്ട് എന്നോട് ചോദിക്കുന്നു. അഡ്ജക്റ്റീവ് എന്താ? ഇത്രയും ഞാൻ പഠിപ്പിച്ചിട്ട് ലാസ്റ്റ് എന്നോട് ചോദിക്കുന്ന അഡ്ജക്റ്റീവ് എന്താന്ന്. കൊള്ളാം. മറന്നുപോയി മാം, മറന്നുപോയി. കൊള്ളാം. അപ്പൊ പിന്നെ ഈ വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടൊക്കെ വിളിക്കുക. അതല്ല അഡ്ജക്റ്റീവ് എന്താണ്? വിശേഷണം. നൗണിനെ പ്രൊനൗണിനെ ഒക്കെ വിശേഷിപ്പിച്ചിട്ട്. എന്തിനെ വിശേഷിപ്പിക്കുന്നതാണ്? നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഇവിടെ നൗൺ എന്ന് പറയുമ്പോൾ ഒരു കത്തി ആയിരിക്കാം നൗണ്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ബ്ലെൻഡ് എന്ന് പറയുന്ന വാക്ക്. ബ്ലെൻഡഡ് നൈഫ് എന്ന് പറയുമ്പോൾ മൂർച്ചയുള്ള കത്തി. കത്തിയെ കുറിച്ച് വിശേഷിപ്പിച്ചു, മൂർച്ചയുള്ള. ഇനി മൂർച്ചയില്ലാത്ത ആണെങ്കിൽ അങ്ങനെയും വിശേഷിപ്പിക്കാം. ഓക്കെ ഓക്കെ മാം. ഇത് കാരുണ്യ ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ക്ലിയർ ആയോ? അല്ല മാം, ഞാൻ നോക്കിയപ്പോ എനിക്ക് ഇങ്ങനെ തന്നെ വന്നേ. അതിപ്പോ കുഴപ്പമില്ല. എന്താ ഞാൻ നോക്കി നോക്കാം. മൂർച്ചയില്ലാത്തതൊന്നും കൊടുത്തിട്ടുണ്ട്, മൂർച്ചയുള്ളതൊന്നും കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ. അതെ മാം, ഞാൻ നേരത്തെ എനിക്ക് കേട്ടുള്ള അറിവ് ബ്ലണ്ടഡ് എന്ന് പറയുമ്പോൾ മൂർച്ച ഇല്ലാത്തതെന്നാണ്. അപ്പൊ ഞാൻ ഇന്നോട് ഞാൻ നോക്കി മാം പറഞ്ഞപ്പോ. അപ്പം മൂർച്ച ഇല്ലാത്തതാ കണ്ടത്, അതാ ചോദിച്ചേ. മൂർച്ചയുള്ളതാണ് കേട്ടോ. എന്റെ മൂർച്ചയുള്ളതാണ്. ഇതിലാവട്ടെ, ഫുള്ള് കൺഫ്യൂഷനാണ്. ഇനിയിപ്പോ ഷാർപ്പ് എന്ന് പഠിക്കാം. ഷാർപ്പ് എന്ന് പറയുന്നത് മൂർച്ചയുള്ളത്. ഓക്കെ, മൂർച്ചയില്ലാത്ത എന്ന് പറയുമ്പോൾ ബ്ലെൻഡ് വരുന്നുണ്ടല്ലോ. അതാ മാം ഞാൻ പറഞ്ഞത്, മൂർച്ച ഇല്ലാത്തെന്ന് പറയുമ്പോൾ ബ്ലണ്ട് വരുന്നുണ്ട്. മൂർച്ചയുള്ള എന്ന് പറയുമ്പോൾ ഷാർപ്പും വരുന്നുണ്ട്, മൂർച്ചയില്ലാത്ത എന്ന് പറയുമ്പോൾ ബ്ലെൻഡ് വരുന്നുണ്ട്. ബ്ലെൻഡ് എടുത്ത് നോക്കുമ്പോ മൂർച്ചയുള്ള എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഗൂഗിളിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. രണ്ട് മീനിങ് വരുന്നുണ്ട്. മെറ്റ എയിൽ നോക്കി, അപ്പൊ നോക്കിയപ്പോ സെവറൽ മീനിങ്സ് ഉണ്ട്. ലാക്കിംഗ് ഓഫ് ഷാർപ്നെസ് ഓർ പ്രിസിഷൻ ഇസ് ബ്ലണ്ട് നൈഫ് ഓർ സിസേഴ്സ് എന്ന് വരുന്നുണ്ട്. ഇത് ഷാർപ്നെസ് കുറഞ്ഞതിനെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പിന്നെ ഡയറക്റ്റ് ഓർ സ്ട്രേറ്റ് ഫോർവേഡിനെ ബ്ലണ്ട് ആൻസർ എന്ന് പറയാറുണ്ട്. അങ്ങനെ കുറെ മീനിങ്സ് വരുന്നുണ്ട്. ബ്ലെൻഡ് വിടാം, ഷാർപ്പ് പഠിക്കാം.
എന്ന് പറയുമ്പോൾ ഷാർപ്പ്. ബ്ലെൻഡ് ഗൂഗിളിൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ലേ അല്ലേ? ഓക്കെ, ബ്ലെൻഡ് ഞാനത് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ക്ലാസ് വരെ ഞാൻ ക്ലിയർ ചെയ്തരാം. ഓക്കെ, ഇപ്പൊ അടുത്തത് ബ്ലെൻഡ് എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്ന ആരുക? ഞാനാണ്. ഞാനാണ്. അപ്പൊ ആ ഉത്തരവാദിത്തം ഓക്കെ, ഞാനും നോക്കിട്ട് വരാം. മറ്റും കേട്ടെടുക്കണ്ട. മാം എന്താണ് മാം അത് നൗണിന്റെയും അഡ്ജക്റ്റീവിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതാണോ? അങ്ങനെയല്ലേ കാണുന്നത്? നൗണായിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കാം, അങ്ങനെയാണോ? ചിലപ്പോ അങ്ങനെയും ഉണ്ടാവാം, എനിക്കറിയില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പറയാം. ഫുള്ള് കൺഫ്യൂഷൻ ആണ്. ഞാൻ ക്ലിയർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നോക്കിക്കോളൂ, ഞാനും നോക്കാം. ഓക്കെ മാം. ഓക്കെ, ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ വിട്ട് കളയരുത്. എങ്ങനെ ഏത് ഇതിനെയും നോക്കി പഠിക്കാം. അതെ, രണ്ട് രീതിയിലും ഒരിക്കലും കാണുന്നുണ്ട് ഗൂഗിളില്. മനസ്സിലായോ? നമ്മളിങ്ങനെ കൺഫ്യൂഷൻ വന്ന് പഠിക്കുന്ന കാര്യങ്ങളില്ലേ, നമ്മൾ മറക്കില്ല. ഈ ബ്ലെൻഡിന് ഇനി എവിടെ നിന്ന് കേട്ടാലും നിങ്ങൾ പറയും. കേറി അല്ലേ? അതാണ് പഠിക്കുന്നതിന്റെ ഗുണം. ഇനി എന്താണ്? വേർഡ്സ് എല്ലാം കഴിഞ്ഞല്ലോ, പഠിച്ചോ? അഫോർഡ് എന്താണ്? അഫോർഡ് താങ്ങാൻ പറ്റുന്നത്. താങ്ങാൻ പറ്റുന്നത്. താങ്ങാൻ പറ്റുന്നത്. ഓഫിൾ ടെറിബിൾ. ഭയങ്കരം. ഭയാനകം, ഭയങ്കരം, ടെറിബിൾ എന്നൊക്കെ പറയാം. ആക്യുറേറ്റ് കൃത്യത. കൃത്യത, ആക്യുറസി എന്ന് പറയുമ്പോൾ ഒരു കൃത്യത ഒരു മീനിങ് ആണ് അല്ലെ? ആക്യുറേറ്റ്. ത്രെറ്റൻഡ്, ത്രെറ്റൻഡ് ഭീഷണിപ്പെടുത്തുക. ത്രെറ്റൻഡ് ഭീഷണിപ്പെടുത്തുക. ഇൻസിസ്റ്റഡ് ഫോഴ്സ്. ഫോഴ്സ് ചെയ്യുക, നിർബന്ധിക്കുക, ഇൻസിസ്റ്റ് ചെയ്യുക അല്ലെ? ഫോഴ്സ് ചെയ്യുക. പിള്ളേരെ നിർബന്ധിക്കണം കാണുമ്പോ പറയാം എന്നൊക്കെ പറയാം. അവർ നിർബന്ധിക്കണ്ട എന്നൊക്കെ പറയില്ലേ? അങ്ങനെയൊക്കെ പറയാനോട്ടില്ലേ? ഈ വാക്കുകളൊക്കെ നീ അപ്ലൈ ചെയ്യണം. ഓക്കെ ഓക്കെ, കളിയാക്കാൻ കുഴപ്പമില്ല, അങ്ങോട്ട് പറഞ്ഞേക്കൂ. ഇനി പ്രറ്റൻഡ്. പ്രറ്റൻഡ് ഒരുമാതിരി എന്തായിരുന്നു? നടിക്കുക, അങ്ങനെ എന്ത് മീനിങ് ആണ് പ്രറ്റൻഡ്? നടിക്കുക. അക്കംപ്ലിഷ്ഡ്, അക്കംപ്ലിഷ് ചെയ്യുക, നിറവേറ്റുക, ഫുൾഫിൽ. നിറവേറ്റുക. ന്യൂമറസ് എന്ന് പറയുന്നത് നിരവധി, മെനി. എണ്ണാൻ പറ്റുന്ന ന്യൂമറസ്, നിരവധി, മെനി എന്നൊക്കെ പറയും. ഇമ്പൾസീവ് ആവേശം. ആവേശം. ആവേശത്തിന് വേറൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, അഗ്രസീവ്, അക്രമാസക്തം. നിങ്ങൾ എത്ര വേർഡ്സ് പഠിച്ചു? കുറെ പഠിച്ചു. കുറെ പഠിച്ചു. ഇതുകൊണ്ടാണ് പറയുന്നത് വൊക്കാബുലറി എല്ലാവരും നോക്കിക്കാനാണ്. എത്ര പേര് നോക്കി? എത്ര പേര് നോക്കി? ശരിക്കും നോക്കി മാം, അതല്ലേ കുറച്ച് വേർഡ്സ് പറഞ്ഞ. വൊക്കാബുലറി നോക്കാത്ത ആയിട്ടുണ്ടായിരുന്നോ? എഴുതിക്കൊണ്ട് വരാത്ത ആരെങ്കിലും? സത്യസന്ധമായിട്ട് പറയൂ, ആരെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായോ നോക്കുന്നതിന്റെ ഗുണം? ഇങ്ങനെ നോക്കിയിട്ട് വന്നാല് ആ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ആ കുറെ വൊക്കാബുലറി പഠിക്കാം. ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഒരുപാട് വൊക്കാബ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓക്കെ, ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത്രയും ആ ഒരു ഫ്ലുവൻസി എന്താ നിങ്ങൾക്ക് കിട്ടില്ല, ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് അറിയാലോ, ഗ്രാമേഴ്സ് നമ്മൾ പഠിച്ചു. നമ്മള്
എന്താണ് മൊഡാൽ വെർബും ഓക്സിലറി വെർബും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷൻ വരും, ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ വരും. അതിന്റെ കൂടെയൊക്കെ തന്നെ നമുക്ക് വൊക്കാബുലറിയും കൂടെ പഠിക്കണം. ഓക്കെ, അത്യാവശ്യം ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ഒരു നോളജും സംസാരിക്കാനുള്ള ഒരു പേടിയും എല്ലാം ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഓക്കെ, ഇതൊക്കെ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എല്ലാം നിങ്ങളുടെ എഫോർട്ട് പോലെ ഇരിക്കും. നിങ്ങള് ക്ലാസ്സിലേക്ക് കോഴ്സ് കഴിഞ്ഞാലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം വിടരുത്, പഠിക്കാൻ നോക്കാം. ഓക്കെ, ഓക്കെ മാം. സോ വൊക്കാബുലറി കൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം വരെ കഴിഞ്ഞു അല്ലേ? ഇനി കുറച്ച് പാസ്റ്റ് ചോദിക്കട്ടെ ഞാൻ. പാസ്റ്റ് ഞാൻ ഇന്നലെ എന്റെ ഫ്രണ്ടിനെ സന്ദർശിച്ചു. ഇനി സന്ദർശിക്കുക എന്നുള്ള മീനിങ് കണ്ടുപിടിക്കട്ടെ. ഞാൻ എന്റെ ഫ്രണ്ടിനെ ഇന്നലെ സന്ദർശിച്ചു. I met my friend yesterday. I visited I visited my friend yesterday. Yes. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്തു. ടെൻസ് ഏതാണ്? Present. ടെൻസ് ഏതാണ്? ചെയ്തു. Past perfect അല്ലേ വരുന്നത്? ആ പിന്നെ Present tense. പ്രസന്റോ? ചെയ്തു കഴിഞ്ഞ കാര്യമാണ്, പാസ്റ്റ് ആണ്. സിമ്പിൾ Past അല്ല. സിമ്പിൾ പാസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ചെയ്തു പാസ്റ്റിൽ വരുമ്പോ സിമ്പിൾ പാസ്റ്റ് ചെയ്തു. കണ്ടിന്യൂസ് വരുമ്പോ എന്ത് വരും? പറയൂ. ചെയ്യുകയായിരുന്നു, ചെയ്യുകയായിരുന്നു. ചെയ്യുന്നതിനും ചെയ്തിട്ടുണ്ടായിരുന്നു. 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 ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആയിരുന്നു ക്ലിയർ ആയോ? ചെയ്തു ചെയ്തു ചെയ്യുകയായിരുന്നു. ആ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയാ വരാൻ. ഇത് വെച്ചിട്ട് ടെൻസ് ഐഡന്റിഫൈ ചെയ്യാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് അവര്. ആ ഞാൻ ഇന്നലെ എന്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്തു. I met my friend yesterday. I met my friend. met എന്ന് പറയുമ്പോ കണ്ടു എന്നൊരു മീനിങ് ആണ്. ഇത് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ആണ്. I visited my friend yesterday. I visited my friend yesterday. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്തു. I visited my friend yesterday. അവിടെ verb ed ചേർത്തു. V2 ആണ്. സബ്ജക്ട് കഴിഞ്ഞിട്ട് V2 ആവരാ. വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്. അപ്പൊ വിസിറ്റഡ് ആണ് വരാ. I visited my friend yesterday. yesterday. ആ ഓക്കെ. അവർ കഴിഞ്ഞ ഞായറാഴ്ച ഫുട്ബോൾ കളിച്ചു. അവര് കഴിഞ്ഞ ഞായറാഴ്ച ഫുട്ബോൾ കളിച്ചു. Okay. They played football last week. Last week. ഞായറാഴ്ച സൺഡേ. They Played Football last ഇപ്പോ കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ ദിവസം എന്നൊക്കെ പറയില്ലേ? അപ്പൊ ലാസ്റ്റ് സൺഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് അവർ കഴിഞ്ഞ ഞായറാഴ്ച ഫുട്ബോൾ കളിച്ചു. They played football last Sunday. Yeah, they played football last Sunday. Okay, yeah. So അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കുറച്ചുകൂടെ വെക്കാബുലറി നോക്കിയിട്ട് വരാം. ഞാൻ പാസ്റ്റിന്റെ കാര്യം ഇതുവരെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നത് പറഞ്ഞുതരാം. ഓക്കെ.
ma'am. ക്ലിയർ ആണോ? Thank you. യാ നല്ല ക്ലാസ് ആയിരുന്നില്ലേ? കുറെ ക്യാപിറ്റൽ പഠിച്ചു അല്ലേ? പഠിച്ചു. യെസ്. പഠിച്ചിട്ട് വരാം. ഓക്കെ, മീനിങ് കൂടെ നോക്കിയിട്ട് വരൂ. അപ്പൊ ഇത്രയും ടൈം വേസ്റ്റ് ആവില്ല. ഓക്കെ, മലയാളം മീനിങ് നോക്കിട്ടോ. ആ ഓക്കെ, സോ ഫൈൻഡ് ചെയ്യാം. താങ്ക് യു ഓൾ. Thank you. Thank you, ma'am. Thank you, ma'am.